ഹലോ. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു ടയേർഡ് പ്ലസ് ബിസി ഡേ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. മെയിൻലി ഇതൊരു ടയേർഡ് ഡേ ആണ്. കാരണം ഞാൻ അടുപ്പിച്ചൊരു 3 ദിവസത്തെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വന്നൊരു ഡേ ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും 3 ദിവസമൊന്നും ഷിഫ്റ്റ് എടുത്ത് ശീലമുള്ള ആളല്ല ഞാൻ. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എടുക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ വേഗം വന്ന് മേല് കഴുകി അങ്ങനെ കയറി കിടന്നു. ഒരു 9 മണിയായപ്പോൾ കിടന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ചൊന്ന് വിശന്നപ്പോൾ ഒന്ന് എണീറ്റൊരു ഫ്രൂട്ടൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വീണ്ടും കിടന്നൊരു 3:30 വരെ സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ ഒരു ആശ്വാസമായി. അത് കഴിഞ്ഞ് വീട്ടുകാരെ വിളിക്കാനായിരുന്നു. ഒരു മണിക്കൂറോളം അവരായിട്ട് കത്തിവെപ്പായിരുന്നു. അതിൻ്റെ ഇടയിലും കൂട്ടുവായിടൽ തന്നെയായിരുന്നു എൻ്റെ പരിപാടി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അടിച്ച് പിടിച്ചങ്ങ് എണീറ്റ്. കാരണം നമുക്കെല്ലാവർക്കും ഉണ്ടാവില്ല ഒരു ഡേ ലൈക്ക് നമ്മൾ ഒട്ടും വയ്യായിരിക്കും, പക്ഷേ വി ഹാവ് ടു പുഷ് അവർ സെൽഫ്സ്. അങ്ങനത്തുള്ളൊരു ദിവസമായിരുന്നു എനിക്കത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനപ്പോൾ ഒരു കഴിക്കാൻ വേണ്ടിയിട്ടൊരു റാപ്പ് അങ്ങ് റെഡിയാക്കി വെച്ചു. അതാണ് എൻ്റെ മെയിൻ മീല്. അപ്പോൾ അന്നത്തെ എൻ്റെ ഫസ്റ്റത്തെ ഫുഡും അതാണ്. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് റാപ്പ് അങ്ങ് വേഗം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അതിൻ്റെ വെജിറ്റബിൾസൊക്കെ നുറുക്കി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് നെക്സ്റ്റ് മെയിൻ സെറ്റ് ഓഫ് കുക്കിങ്ങിന് നിൽക്കുക. കാരണം ഇതേ ഒരു സ്കെഡ്യൂളാണ് എനിക്ക് ഇനിയും വരാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള കുക്കിംഗ് നമ്മൾ നേരത്തെ അങ്ങ് തീർത്ത് വയ്ക്കാമെന്ന് വെച്ചിട്ടേ. അപ്പോൾ ഇതങ്ങ് വേഗം റെഡിയാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ആ കുക്കിങ്ങിന് കിടക്കാനായിട്ട്. പക്ഷേ ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് ഫുഡ് ആയതുകൊണ്ടാണോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, സാധനത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം നല്ല വിശപ്പും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ. അപ്പോൾ അതൊരു 2 റാപ്പ് കഴിച്ചപ്പോൾ തന്നെ നമുക്ക് വയറ് അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ലായി. അത് കഴിഞ്ഞാണ് മെയിൻ കുക്കിങ്ങിന് കിടന്നത്. അപ്പോൾ ഞാൻ ട്യൂണയാണ് ഉണ്ടാക്കിയത്. കാര്യമായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കണില്ല. ട്യൂണ, ചോറ്, കേട്, ഇതാണ് എൻ്റെ ഒരു ഓപ്ഷൻ ഞാൻ വെച്ചേക്കണം. ഇത് ട്യൂണ മിക്കവർക്കും അറിയാമായിരിക്കും ഇവിടെ ഉള്ളവർക്ക്. കാരണം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണത്. അപ്പോൾ അതുണ്ടാക്കി അത് കഴിഞ്ഞ് ഞാൻ ക്ലീനിങ്ങിന് കിടന്നു. കാരണം ഈ റൂം ഇങ്ങനെ കിടന്നിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ചയായി. അപ്പോൾ ഇന്ന് ആവാം നാളെ ആവാമെന്ന് വെച്ച് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു റീലെടുത്തതിൻ്റെ ഒരു ഫലമാണ് ആ റൂം അങ്ങനെ കണ്ടത്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മൂക്കുത്തി കളക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത്രയും മൂക്കുത്തി എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞ് ഒരു 2.5 മണിക്കൂർ പരിശ്രമത്തിന് ശേഷം ഈ റൂം അങ്ങ് വൃത്തിയാക്കി എടുത്തു ഞാൻ. അതും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ശരിക്കും ചത്തു. അത് കഴിഞ്ഞ് എനിക്കിവിടെ വന്നിട്ട് അങ്ങനെ 2 നേരം കുളിയൊന്നും ഇല്ല. പക്ഷേ അത്രയും ക്ഷീണിച്ചുകൊണ്ട് വേഗം പോയി ഒരു കുളി ഒക്കെ പാസ്സാക്കി. അത് കഴിഞ്ഞ് മൂക്കുത്തിയൊക്കെ മാറ്റിയൊക്കെ ഇട്ട്. അത് കഴിഞ്ഞ് എൻ്റെ ഹെയർ ഞാൻ കണ്ടറിയാം ട്രീറ്റഡ് ഹെയർ ആയിരുന്നു. അപ്പോൾ അത് പഴയ മുടിയായി തുടങ്ങി. അപ്പോൾ അതൊക്കെ ഒന്നൊന്ന് സെറ്റ് ചെയ്ത് രാത്രി തന്നെ സെറ്റ് ചെയ്ത് അങ്ങ് വെച്ച്. അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ എൻ്റെ ഡിന്നറും പിന്നെ കൂട്ടത്തിൽ കൂടെ ഒരു പാട്ട് എഡിറ്റിങ്ങിനും കൂടി ഇരുന്നേക്കാണ്. കാരണം ഞങ്ങൾക്കൊരു പ്രോഗ്രാംസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സോങ് എഡിറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹെയർ സെറ്റ് ചെയ്ത് സ്കിൻ കെയറൊക്കെ ചെയ്ത് കിടക്കാനുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് സിന്ധു കൃഷ്ണ ദിയ കൃഷ്ണയുടെ വീഡിയോസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പോൾ അവരുടെ വീഡിയോസ്. ഞാൻ ഇപ്പോൾ അവരെ ഭയങ്കര ഫാനായി മാറി. എനിക്ക് പണ്ട് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ, ഇപ്പോൾ ഫാനായി മാറി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ഡേ വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ ശരി, ബൈ.